UDF സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുണ്ടായിട്ടും മലപ്പുറം ജില്ലയിൽ വികസന സദസ്സിൽ പങ്കാളികളായി UDF നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകൾ. വികസന സദസ്സ് എന്ന് നേരിട്ട് പറയാതെ മറ്റു പല പേരുകളിലാണ് ഈ പഞ്ചായത്തുകൾ പരിപാടിയുടെ ഭാഗമാകുന്നത്. തിരൂർ മംഗലം പഞ്ചായത്തിന്റെ രീതി പിന്തുടർന്ന് മലപ്പുറം മൊറയൂർ പഞ്ചായത്തും പെരിന്തൽമണ്ണ കീഴാറ്റൂർ പഞ്ചായത്തും ഇന്ന് വികസന സദസ്സ് നടത്തുന്നുണ്ട്. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണെന്നും മാറി നിൽക്കുന്നത് രാഷ്ട്രീയ അബദ്ധമാവുമെന്നും ഉള്ള വിലയിരുത്തലിലാണ് UDF പ്രാദേശിക നേതൃത്വങ്ങൾ. പങ്കെടുക്കരുതെന്ന നിർദ്ദേശം ആരും നൽകിയിട്ടില്ലെന്ന് മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് നേതാവുമായ സുനീറ പൊറ്റമ്മൽ ന്യൂസ് 18നോട് പറഞ്ഞു. 5 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സദസ്സ് ഉപകാരപ്പെടുന്നു അല്ലേ? സദസ്സ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുതലേ നമുക്ക് നേരത്തെ നമ്മൾ ഇതിന് പോലെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സദസ്സ് കൊണ്ട് നമുക്ക് ആളുകൾക്ക് എത്രയും നമ്മുടെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വികസനത്തിനെതിരെ UDFന്റെ ഒരു പങ്കെടുക്കരുതെന്ന് നിർദ്ദേശമുള്ളതല്ലേ, അത് ലംഘിച്ചുകൊണ്ടാണോ ഇപ്പോൾ പങ്കെടുക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ സംഘാടക സമിതി കൂടിയപ്പോൾ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ 100% സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും നമ്മൾ നേരിട്ട് വിളിച്ചപ്പോഴും നമ്മുടെ പാർട്ടിയൊക്കെ നമ്മളൊരു മെസ്സേജും അയച്ചപ്പോൾ തന്നെ അവരതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രതിപക്ഷങ്ങളാണ് നമ്മൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അന്ന് സംഘാടക സമിതിയിൽ വന്നില്ല. ഇന്ന് അവർ വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എല്ലാ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു തടസ്സം നിരോധനമോ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനെതിരെ? ഇല്ല. മലപ്പുറം ജില്ലയിൽ നമുക്ക് നിരോധനം പറഞ്ഞിട്ടില്ല. ഇത് ഈ സർക്കാരിന്റെ നമ്മൾ 5 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ചൊരു വഴിയായിട്ട് കാണുന്നുണ്ട്. CV അനുമോദ വിവരങ്ങളുമായി. അനുമോദ, ഈ വിഷയത്തിൽ ഈ വികസന സദസ്സുകളിൽ പങ്കെടുക്കേണ്ട എന്നതാണ് UDFന്റെ തീരുമാനം. പക്ഷേ ലീഗ് നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. പകരം അവർ ഇതിനൊരു അവസരമായി കാണുന്നു. പഞ്ചായത്തുകളാണ് ഇതിനുള്ള ഫണ്ട് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾ ഇങ്ങനെ നടത്തുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നതാണ് അവരെടുക്കുന്ന നിലപാട്. ഇത് UDFന്റെ അനുവാദത്തോടെയാണോ അറിവോടെയാണോ? എങ്ങനെയാണ് ഈ ലീഗിന്റെ തീരുമാനത്തോട് ജില്ലാ UDF നേതൃത്വമൊക്കെ പ്രതികരിക്കുന്നത്? നമുക്കറിയാം, വികസന സദസ്സിൽ പങ്കെടുക്കരുതെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അത് തള്ളിക്കൊണ്ടാണ് ലീഗ് ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ആദ്യം തന്നെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും പങ്കെടുക്കാതിരുന്നാൽ ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുമെന്നും അതുകൊണ്ട് ഇത് സജീവമാക്കണമെന്നൊരു നിർദ്ദേശം ലീഗ് നേതൃത്വം പുറത്തിറക്കിയത്. പിന്നെ വിവാദമായതോടെ അത് വാക്കാൽ തിരുത്തുകയാണ് ജില്ലാ നേതൃത്വം ചെയ്തത്, വേറെ തരത്തിൽ സംഘടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മൊറയൂർ പഞ്ചായത്തിൻ്റെ വികസന സദസ്സ് നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഫ്ലക്സ് കാണാം. വികസന സദസ്സ് തന്നെ കൃത്യമായി എഴുതി വെച്ച് തന്നെയാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു ഒഴിഞ്ഞു മാറിയിട്ടുള്ള നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം തിരൂർ മംഗലം പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു വികസന സദസ്സ് നടത്തിയപ്പോൾ അവർ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ 25ാം വാർഷികമാണ് ആഘോഷിക്കുന്നത് എന്ന തരത്തിലാണ് ഇതിനെ വിശദീകരിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ അന്ന് ഈ കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഈ DCCക്ക് ഇതിൽ പങ്കെടുത്തതിനെതിരെ പരാതിയും നൽകിയിരുന്നു. അത്തരത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മറ്റൊരു സാഹചര്യവും പ്രാദേശിക തലത്തിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള നിലപാടും ആണ് ഇവിടെ UDFന് ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും എല്ലായിടത്തും വികസന സദസ്സ് നടക്കും. അവിടെയൊക്കെ തന്നെ UDFന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മലപ്പുറത്തിൻ്റെ ഒരു സംവിധാനം നമുക്കറിയാം. 94-ൽ 70 UDFന്റെ പഞ്ചായത്തുകളാണ്. 12 നഗരസഭകളിൽ 9 UDFൻ്റെതാണ്. അപ്പോൾ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിന് കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു വികസന സദസ്സ് അത്യധികം ഉപകാരപ്പെടുമെന്ന് തന്നെ ലീഗ് കരുതുന്നുണ്ട്. മാത്രമല്ല തദ്ദേശ ഫണ്ട്, തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്, 2 ലക്ഷം രൂപ. അപ്പോൾ ഇത് ഒരു തരത്തിലും ഉപകാരപ്പെടാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിൽ പങ്കെടുക്കാതെ മാറി നിന്നപ്പോൾ ഭരണത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇടതുപക്ഷം കൊണ്ടുപോയതും നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇടതുപക്ഷം കൊണ്ടുപോയതൊക്കെ ലീഗ് പലതവണ ആഭ്യന്തരമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു അബദ്ധം ഇവിടെ പറ്റരുത് എന്നതുകൊണ്ട് തന്നെയാണ് വികസന സദസ്സിൽ UDFന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലക്കുണ്ടായിട്ടും പ്രാദേശിക ഭരണകൂടങ്ങൾ പങ്കെടുക്കുന്നത്. ശ്രീജ, ശരി. ഇപ്പോൾ UDF മലപ്പുറം ജില്ലാ ചെയർമാനായ ശ്രീ PT ആര്യമോഹൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആര്യമോഹൻ, ഈ വിഷയത്തിൽ ഇത് വെറും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് എന്നതാണ് UDFന്റെ നിലപാട്. UDF കൺവീനർ
അടൂർ പ്രകാശ് തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ മൊറയൂരിലും മംഗലത്തും ഒക്കെ ഈ ലീഗ് നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകളിൽ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു, അവർ സജീവമായി ഇതുമായി മുന്നോട്ട് പോകുന്നതും? ക്ഷമിക്കണം, PT അജയമോഹനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പേര് തെറ്റി പറഞ്ഞതിൽ ഖേദിക്കുന്നു. ശ്രീ അജയമോഹൻ, എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അറിവോടെയാണോ, നിങ്ങളോട് അനുവാദം ചോദിച്ചിരുന്നോ, അതോ ഈ വിഷയത്തിൽ ലീഗിന് മറ്റൊരു നിലപാടാണോ ഉള്ളത്? സംസ്ഥാന UDF കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കലാണ് എന്നെപ്പോലുള്ളവരുടെ ഉദ്ദേശം. സംസ്ഥാന UDF കമ്മിറ്റി ഈ സദസ്സ് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ബഹിഷ്കരിക്കാൻ എല്ലാ സ്ഥലത്തും അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന വിവരം എനിക്കറിയില്ല. അറിഞ്ഞാൽ അത് അന്വേഷിച്ച് ഉചിതമായ നടപടി സംസ്ഥാന നേതൃത്വമായി ആലോചിച്ച് ചെയ്യും. ഈ മൊറയൂരിലെ കാര്യവും മംഗലത്തെ കാര്യവും ഒന്നും അങ്ങ് അറിഞ്ഞില്ല എന്നാണോ പറയുന്നത്? മംഗലത്തെ കാര്യം അറിഞ്ഞിരുന്നു. അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനോട് അത് വിശദീകരണം ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്ന ഒരു നിലപാടുണ്ട് ശ്രീ അജയമോഹൻ, അത് ഈ നേട്ടങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ 5 കൊല്ലം കൊണ്ട് അവർ ചെയ്ത നേട്ടങ്ങളൊക്കെ കാണിക്കാൻ കഴിയും, അത് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുന്ന ഒരു അവസരമാണ്. അങ്ങനെയെങ്കിൽ എന്തിന് ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ്. സ്വാഭാവികമായും ആ പഞ്ചായത്തിനെ സംബന്ധിച്ച് അവർക്കതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പേരിലൊക്കെ ചെറിയ മാറ്റം വരുത്തി വികസന സദസ്സ് എന്ന പേര് പറയാതെയാണ് അവർ ഈ പരിപാടി നടത്തുന്നത്. വികസന സദസ്സ് നടത്തേണ്ട എന്നാണ് തീരുമാനം. മറ്റേ പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങൾ UDF വേറെ രൂപത്തിൽ അത് നടത്താൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിച്ചാൽ അത് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ബാക്കിയൊക്കെ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് വേണ്ട ചെയ്യുന്നതായി. അപ്പോൾ ഇപ്പൊ അവരുടെ ബൈറ്റ് ഒന്ന് കേട്ടാലോ ശ്രീ അജയമോഹൻ? താങ്കൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇത് മൊറയൂർ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്ന് തോന്നുന്നു. അല്പം മുമ്പ് നമ്മൾ ആ വാക്കുകൾ കേൾപ്പിച്ചിരുന്നു. അവരെന്താണ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നത്. ആയിക്കോട്ടെ. 5 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സദസ്സ് ഉപകാരപ്പെടുന്നു വരുന്നു അല്ലേ? സദസ്സ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുതലേ നമുക്ക് നേരത്തെ നമ്മൾ ഇതിനെ പോലെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സദസ്സ് കൊണ്ട് നമുക്ക് ആളുകൾക്ക് എത്രയും നമ്മുടെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വിഷയ വികസനത്തിനെതിരെ UDF ഒരു പങ്കെടുക്കരുതെന്ന് നിർദ്ദേശമുള്ളതല്ലേ? അത് ലംഘിച്ചുകൊണ്ടാണോ ഇപ്പോൾ പങ്കെടുക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ സംഘാടക സമിതി കൂടിയപ്പോൾ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ 100% സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും നമ്മൾ നേരിട്ട് വിളിച്ചപ്പോഴും നമ്മുടെ പാർട്ടിയൊക്കെ നമ്മളൊരു മെസ്സേജും അയച്ചപ്പോൾ തന്നെ അവർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രതിപക്ഷങ്ങളാണ് നമ്മൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അന്ന് സംഘാടക സമിതിയിൽ വന്നില്ല. ഇന്ന് അവർ വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എല്ലാ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു തടസ്സം, നിരോധനമോ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനെതിരെ? ഇല്ല. മലപ്പുറം ജില്ലയിൽ നമുക്ക് നിരോധനം പറഞ്ഞിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് ഈ സർക്കാരിന്റെ നമ്മൾ 5 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ചൊരു വഴിയായിട്ട് കാണുന്നുണ്ടല്ലേ? വഴിയായിട്ട് കാണുന്നുണ്ട്. ശ്രീ അജയമോഹൻ, അതായത് അവർക്ക് യാതൊരു നിർദ്ദേശവും കിട്ടാത്ത സ്ഥിതിക്ക് പരിപാടിയുമായി അവർക്ക് മുന്നോട്ട് പോകാമല്ലോ. ഇങ്ങനൊരു ധാരണ ഈ സംസ്ഥാന നേതൃത്വം പറയുന്നു, നിങ്ങൾ അത് നടപ്പാക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് താഴെത്തട്ടിലേക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഈ ഒരു ആശയമോ, ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്, ഇതിന് നിൽക്കരുത്, അങ്ങനെ ഒരു ആശയമോ പോയിട്ടേ ഇല്ലേ? താഴെത്തട്ടിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിന്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും UDF ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച വിവരം അറിയാം. പിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നതിൽ എനിക്കറിയില്ല. എല്ലാ തലത്തിലും ഇതിന്റെ മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മൊറയൂര് താങ്കൾക്കും അറിയാവുന്നതുപോലെ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ്. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്രമായ നിലപാട് ലീഗ്, എനിക്ക് തോന്നുന്നില്ല ഒരു പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എടുക്കുമെന്ന്. ലീഗുമായി വിഷയത്തിൽ ഒരു ധാരണയുണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടോ? എന്റെ അറിവിൽ സംസാരമൊന്നും നടന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയുമല്ലോ. ഞാൻ ജില്ലാ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഡയറക്ഷൻ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കലാണ്. ലീഗിന്റെ ജില്ലാ നേതൃത്വവുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടന്നിരുന്നോ UDF എന്ന നിലയ്ക്ക്? ജില്ലാ കൺവീനർ ശ്രീ അശോക് കൂക്കൂരുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരും ഇത് ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്വതന്ത്രമായി ഇത് നടക്കുന്ന മൊറയൂർ, മംഗലം, കീഴാറ്റൂർ